ദിലീപേട്ടനെ കളയാണെന്ന് വിചാരിക്കുന്നവർക്ക് എതിരെയുള്ള ഒരു അണ്ണാക്കിലുള്ള ആണിക്കൽ. ആരാണ് ഇയാൾ? ഒരു സാധാരണക്കാരൻ. ആരാണ് ഇയാളുടെ പേര് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ആരാണ് ഇയാൾ? ഒന്നും പറയാനില്ല. ലോജിക്കല്ലാത്ത ഒന്നുമില്ല. പക്ഷെ അടിപൊളിയാണ്. അടിപൊളി ഒന്നുമില്ല. ഓളം വെച്ച് മടുത്തു. എങ്ങനെയുണ്ട് ദിലീപേട്ടൻ? സൂപ്പർ. ഓളം വെക്കാൻ ഉണ്ട്. നല്ല കത്തിക്കാനുള്ള സാധനം ഉണ്ടോ? ഉറപ്പായിട്ടും കത്തിച്ചിരിക്കും. ഇത് തൂക്കും. നല്ല സിനിമയായിരുന്നു. ശരിക്കും ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഓളം വെക്കാനുള്ള നല്ല സിനിമ. ഭയങ്കര ഓളാണ്. അടിപൊളിയാണ്. ആഘോഷിച്ചു. നല്ല അടിപൊളിയായിട്ട് ഹിറ്റ് ആവുന്നത്. ഫസ്റ്റ് ഹാഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ ചില കോമഡി, പിന്നെ നല്ല ഒരു ഫൈറ്റ് സീൻ, മണിച്ചൻ്റെ സോങ്ങിലോട്ടൊരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലതായിരുന്നു. എല്ലാം കൊണ്ടും ഒരു തിരിച്ചുവരവ് മൂഡിലേക്കാണ്. എന്താണ് സെക്കൻഡ് ഹാഫ് എന്ന് നമ്മളെ തുറന്നിരിക്കുന്ന ഇതിൽ അടുത്ത് കാണാൻ വേണ്ടി പ്രേക്ഷകന് മുന്നിൽ ആരാണ് ഇയാൾ? ഒരു സാധാരണക്കാരൻ. ആരാണ് ഇയാളുടെ പേര് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ആരാണ് ഇയാൾ എന്നറിയാൻ വേണ്ടിയുള്ള മുൻപിനെ നിർത്തുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈനാണ് പോകുന്നത്. അത് ഒരു മേക്കിംഗ് വേസ് ഫാൻസിന് വേണ്ടി തന്നെയുള്ളൊരു പടമാണ്. ഫാൻസിന് വേണ്ടി ഒരു ദിലീപിന് ഷോ കാണിച്ചൊരു പടം. ഫസ്റ്റ് ഹാഫ് ദിലീപിന് ഷോ കാണിച്ചു. എന്താണ് ഇത്, ദിലീപ് എന്താണ്, ആരാണ് നമ്മളെ, എന്താണ് ഇയാൾ ആരാണ് എന്ന് കാണിക്കാൻ വേണ്ടി സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ നിർത്തി. അത് പ്രത്യേകിച്ച് മണിച്ചേട്ടൻ്റെ ട്രിബ്യൂട്ട് കൊടുത്ത കൂട്ടുകാരനെ ഒരു ട്രിബ്യൂട്ട് ഇതിലെ പാട്ടിൽ ഒരു ഫൈറ്റ് സീനും വെച്ച് കളറാക്കിയിട്ടുണ്ട്. ഇത് പറയുകയാണെങ്കിൽ എല്ലാവരും ഒരു തിരിച്ചുവരവെന്ന് പറയുന്ന രീതിയിൽ ദിലീപത്തിന് തിരിച്ചുവരവാൻ ചാൻസ് ഇതുവരെ കണ്ട ഇതിൽ എനിക്ക് തോന്നുന്നത് അതാണ്. തിരിച്ചുവരവ് ചാൻസ് ഉണ്ട്. കേരളം കത്തു ഈ പടം. കേരളത്തിൽ ക്രിസ്മസിൽ ഇപ്പം ഇറങ്ങിയില്ല, ഇപ്പം തൂക്കി ചാൻസ് ഉണ്ട് എന്ന് പറയുന്നതിനാണ് ഫസ്റ്റ് ഹാഫ് നിൽക്കുന്നത്. അത് ദിലീപേട്ടനെ കളയാണെന്ന് വിചാരിക്കുന്നവർക്ക് എതിരെയുള്ള ഒരു അണ്ണാക്കിലുള്ള ആണിക്കല്ലാണ് ഈ സിനിമ എന്ന് സെക്കൻഡ് ഹാഫിൻ്റെ കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അണ്ണാക്കിലെ ആണിക്കല്ല്, തിരിച്ചുവരവ്, അത്രേ ഉള്ളൂ. ഓക്കെ ബ്രോ, താങ്ക് യു.